The following type of spring is most commonly used for suspension in heavy vehicle. താഴെ പറയുന്നവയിൽ ഏത് സ്പ്രിങ് അല്ലെ, ഏത് ടൈപ്പ് സ്പ്രിങ് ആണ് ഒരു ഹെവി വെഹിക്കിളിന്റെ സസ്പെൻഷൻ ആയിട്ട് നോർമലി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോയിൽ സ്പ്രിങ്, ഓപ്ഷൻ ബി കോർട്ടൽ എലിപ്റ്റിക് ലീഫ് സ്പ്രിങ്, ഓപ്ഷൻ സി സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ്, ഓപ്ഷൻ ഡി ടോർഷൻ സ്പ്രിങ്. ഓപ്ഷൻ എ കോയിൽ സ്പ്രിങ്, ക്വാർട്ടർ എലിപ്റ്റിക് സ്പ്രിങ്. അപ്പൊ നമുക്ക് ഏത് സ്പ്രിങ് ആണെന്നില്ല, നമുക്ക് കുറേ അധികം സ്പ്രിങ്ങുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. നമ്മൾ കോയിൽ സ്പ്രിങ് പഠിക്കും, എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് പഠിക്കും, സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് പഠിക്കും, അല്ലെ, ക്വാർട്ടർ എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഉണ്ട്. അപ്പൊ നമ്മൾ ഹെവി വാഹനങ്ങളിലെ സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന സ്പ്രിങ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് അല്ലെ? ഇതിനെ നോർമലി നമ്മൾ പറയാറുള്ളത് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് ആണ്. ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. നമ്മളെ മെയിൻ ലീഫിന്റെ മാസ്റ്റർ ലീഫ് അല്ലെങ്കിൽ മെയിൻ ലീഫ് എന്ന് പറയുന്നതിന്റെ രണ്ട് എൻഡിലായിട്ട് രണ്ട് ഐ ഉണ്ടായിരിക്കും. ഇവിടെ രണ്ട് ഐ ഉണ്ടായിരിക്കും. ഒരു ഐ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്രെയിമിൽ ഘടിപ്പിക്കും, ഒരു ഐ ഷാക്കിൾ മുഖേനയും ഘടിപ്പിക്കും അല്ലെ? ഒരു ഐ ഡയറക്റ്റ് ഘടിപ്പിക്കും, ഒരു ഐ ഷാക്കിൾ മുഖേനയും ഫ്രെയിമിലോട്ട് ഘടിപ്പിക്കും. അതിന്റെ താഴത്ത് പിന്നെ കുറേ അധികം ലീഫുകൾ ഉണ്ടാവും. ആ ലീഫുകളെ നമ്മൾ നോർമലി ഗ്രാജുവേറ്റഡ് ലീഫ് എന്നാണ് പറയാറുള്ളത് അല്ലെ? ചെറിയ ചെറിയ ലീഫുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിനെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നത് ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ടോ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനെ തമ്മിൽ ഒരു യു ബോൾട്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാകും. എല്ലാ സ്പ്രിങ്ങുകളെയും ഒന്നിച്ച് ഈ ഒരു യു ബോൾട്ട് വഴി എന്ത് ചെയ്തിട്ടുണ്ടാവും? ആക്സിലിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സ്പ്രിങ്ങുകൾ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു സെന്റർ ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഒന്നിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സ്പ്രിങ്ങുകൾ മാത്രമായിട്ട് സെന്ററിൽ ഒരു സെന്റർ ബോൾട്ട് ഉപയോഗിച്ചിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ലീഫ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഇനി ഒരു ഹെവി വാഹനത്തിന്റെ കേസിലാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സെമി എലിപ്റ്റിക്കലിന്റെ ഒരു ലീഫ് സ്പ്രിങ് കൊണ്ട് തന്നെ ഒരു വെയിറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ഒരു ഹെൽപ്പർ സ്പ്രിങ്ങും കൂടി ഇതിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ലീഫ് സ്പ്രിങ് ഓപ്പറേറ്റ് ചെയ്ത ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഓപ്പറേറ്റ് ചെയ്യാറായിരിക്കും ഈ ഹെൽപ്പർ സ്പ്രിങ് ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇതൊരു സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് ആണ്. സാധാരണ ഹെവി വാഹനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് ആണ് നോർമലി ഉപയോഗിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് ആണ്.